ഹായ് മക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സ് അതുപോലെ റീസണിങ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വളരെ സിമ്പിളായി ട്രിക്കുകൾ ഉപയോഗിച്ച് ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കണക്ക് പല ഉദ്യോഗാർത്ഥികൾക്കും പേടി സ്വപ്നമാണെന്ന് ഞാൻ പറയാം. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം സ്കൂൾ ലെവൽ അവർക്ക് ബേസ് ലഭിക്കാത്തത് കൊണ്ടാണ്. ബേസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ആ സബ്ജക്റ്റിനെ അവരെന്ത് വെറുത്തുപോയി അല്ലെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായ ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് കണക്ക് അഥവാ എന്താണ് മാത്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചാനലിൽ പഠിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണക്കിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ തുടങ്ങി സ്ക്വയർ, സ്ക്വയർ റൂട്ട്, ക്യൂബ്, ക്യൂബ് റൂട്ട്, ഫ്രാക്ഷൻസ്, അങ്ങനെ ബേസിക് കാൽക്കുലേഷനെല്ലാം സ്പീഡ് നമ്മൾ ഇൻക്രീസ് ചെയ്യുക. അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിലേക്ക് വരുമ്പോൾ എങ്ങനെ ഓപ്ഷൻ എലിമിനേഷൻ പോയി നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിൽ കണ്ടുപിടിക്കാം. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ ചാനലിലൂടെ വീഡിയോസിലൂടെ പഠിക്കാൻ പോകുന്നത്. ഞാൻ പറയാടാ മക്കളെ, ഞാൻ ആദ്യമേ എന്നെ കുറിച്ച് ഒന്ന് പറയുകടാ. അപ്പൊ എന്റെ പേര് ദീപ്ത് എന്നാണ് അല്ലെ. ഞാൻ നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയാൻ സാധിക്കുമായിരിക്കും. ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എന്താണ് കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ക്ലാസ്സുകളെല്ലാം എടുത്തു വരികയാണ്. അത് SSC, PSC അതുപോലെ RRB ക്ലാസ്സുകളൊക്കെ ഞാൻ എടുത്തുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും പല ഉദ്യോഗാർത്ഥികൾക്കും ഡിഗ്രി കഴിഞ്ഞവരായിക്കോട്ടെ, ബിടെക് കഴിഞ്ഞവരായിക്കോട്ടെ, അവർക്ക് പലർക്കും എന്താ പറയുക, മാത്സിന് ബേസ് ഇല്ലാത്ത പല ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പൊ അതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് സ്കൂൾ ലെവലിൽ നിന്ന് കൃത്യമായ ബേസ് ലഭിക്കാത്തതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ടുള്ള ക്ലാസ്സുകളും കൃത്യമായി ലഭിക്കാവുന്ന മാത്സ് ഒരു ടഫ് സബ്ജക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൃത്യമായ ബേസോട് പഠിക്കുകയാണെങ്കിൽ എന്താ, മാത്സ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. മാത്സിൽ നല്ല സ്കോർ ചെയ്യാൻ സാധിക്കും. മാത്സിൽ നല്ലപോലെ സ്കോർ ചെയ്താൽ മാത്രമല്ല അവർ ജീവിതത്തിൽ വിജയിക്കത്തുള്ളൂ എന്ന് പറയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ്, ആർട്ടിഫിഷ്യൽ ലേണിംഗിന്റെ കാലഘട്ടത്തിൽ മാത്സ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഘടകമാണ്. പിന്നെ അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ എന്താണ്, മാത്സും റീസണിങ്ങും സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല അറിയില്ല, മാത്സിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ മാത്സ് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും ഒട്ടും ബേസ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പോൾ ഞാൻ ആദ്യമേ ടീച്ചിങ് രംഗത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ശരിക്കും ആദ്യം എന്നെ കുറിച്ച് ഒന്നുകൂടി പറയാണ്. ഞാൻ ചെറുപ്പത്തിലെ മുതൽ എനിക്ക് മാത്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു മാത്സ് പഠിക്കാനായിട്ട്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പോൾ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച ടീച്ചർ നല്ല ബേസ് കിട്ടിയോണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് മാത്സ് വന്നിട്ടും മാത്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിച്ചാൽ എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. മറ്റ് സബ്ജക്റ്റിൽ എനിക്ക് ടഫ് ആണെങ്കിലും മാത്സ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പൊ ഇതിന്റെ ഉദാഹരണം, എന്റെ ഉള്ളിലൊരു മാത്സിന്റെ ഒരു സാർ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് എൻ്റെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച എൻ്റെ ടീച്ചറാണ് ആദ്യമായിട്ട് എൻ്റെ ഉള്ളിൽ മാത്സിന്റെ ഒരു ജീനിയസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അത് ഒന്നുമല്ല, എൻ്റെ നമ്മുടെ സ്കൂളിലെ PTA മീറ്റിംഗ് ഉണ്ടല്ലോ, പാരന്റ്സ് മീറ്റിംഗിൽ ഒരു ദിവസം എൻ്റെ അമ്മ പോയിട്ട് വന്നപ്പോൾ അമ്മയോട് എൻ്റെ ഹൈസ്കൂളിൽ വെച്ചുള്ള ഒരു ടീച്ചർ പറഞ്ഞു, അവന് മാത്സിൽ ഒരു കഴിവുണ്ട് എന്ന് പറഞ്ഞു. അത് പറഞ്ഞു അപ്പൊ അമ്മക്ക് ഭയങ്കര സന്തോഷമായി ഇത് പറഞ്ഞ് വീട്ടിൽ വന്നപ്പോ. സാധാരണ എല്ലാ മീറ്റിംഗിലും ഒരു അവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ പഠിച്ചിട്ട് വന്നത്, ഒരു ടോപ്പ് സ്റ്റുഡന്റ് അങ്ങ് അല്ലായിരുന്നു. അപ്പൊ ഈ ടീച്ചർ മറ്റുള്ളവർ മുമ്പ് വെച്ചൊക്കെ പറഞ്ഞപ്പോ അമ്മക്ക് ഭയങ്കര ഒരു കാര്യമായിട്ട് അമ്മ അത് വലിയ കാര്യമായിട്ട് വീട്ടിൽ വന്ന് പറയുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞില്ല, മാത്സ് എനിക്ക് പണ്ടോട്ടെ ഇഷ്ടമാണ്. കാരണം അത് ലോജിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാതെ പഠിക്കുക എന്ന സ്വഭാവം എനിക്കില്ല. ബൈഹാർട്ട് പഠിക്കുക എനിക്ക് ഭയങ്കര മടിയുള്ള ആളാണ്. അപ്പൊ ഞാൻ ലോജിക്ക് മനസ്സിലാക്കിയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മാത്സ് നമുക്ക് പറയേണ്ടത് അതാ, ലോജിക്ക് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ വെച്ചാലും ചെയ്യാൻ സാധിക്കും. അപ്പോൾ എൻ്റെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് ഞാൻ പഠിച്ചത് ബിടെക് ആണ്, അല്ല എഞ്ചിനീയറിംഗ് വെച്ച് ബിടെക് എന്താണ് ഈസി ആണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഈ കോമ്പറ്റേറ്റീവ് ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ഫീൽഡിലേക്ക് വരുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കോമ്പറ്റേറ്റീവ് ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്ക് സ്കൂൾ ലെവലിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻസിനും വഴികൾക്ക് എന്നുള്ള മാർക്ക് ഉണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് വരുമ്പോൾ ഏത് വഴിയിലൂടെ ചെയ്യുന്നല്ലടാ, ഉത്തരം എത്രയും പെട്ടെന്ന് കണ്ടെത്താനാണ് എന്ത് ചെയ്യുന്നത്, എക്സാം ക്ലിയർ ചെയ്യുക, റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തുക. അപ്പൊ എങ്ങനെ ഈ ആൻസറിൽ പെട്ടെന്ന് കണ്ടെത്താം. അപ്പൊ അതിനുവേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പല ബുക്കുകൾ റെഫർ ചെയ്യേണ്ടായിടാ. അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ ഓപ്ഷൻ തന്നെ ആൻസർ കണ്ടെത്തുന്നത്. അപ്പൊ ഞാനത് എങ്ങനെയാ പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ത്യൻ ബുക്സുകൾ മാത്രമല്ല പഠിച്ചത്, ഞാൻ വിദേശ രാജ്യങ്ങളിലെ ബുക്സുകൾ ഞാൻ ഒരുപാട് റെഫർ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഫിൻലാൻഡ് അല്ല, എഡ്യൂക്കേഷൻ ലെവലിൽ ഏറ്റവും നല്ല ഒരു രാജ്യമാണ് ഫിൻലാൻഡ്. അതുപോലെ സിംഗപ്പൂരിലുണ്ടായിരുന്നു, സ്വീഡൻ ഉണ്ടായിരുന്നു, ജപ്പാനീസ് ബുക്കുകൾ, മാത്സ് ബുക്കുകൾ ഞാൻ പഠിക്കുമായിരുന്നു. അപ്പൊ ഞാൻ മറ്റൊരു കാര്യം പറയാം, ഈ ബുക്കുകളെല്ലാം തന്നെ തീർച്ചയായിട്ടും അതിലെ ഒരു 95% എന്തായിരിക്കും വെച്ചാൽ ലോജിക് ആയിരിക്കും പറയുന്നത്. നമ്മുടെ സാധാരണ ഇന്ത്യൻ ബുക്സുകൾ പോലെ പ്രോബ്ലംസ് അല്ലടാ, ലോജിക്കുകളായിരിക്കും അത് വരുന്നത്. കാരണം തിയറി പാർട്ടിലായി ആ തിയറി മനസ്സിലാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ മാത്സ് അറിയാൻ പാടാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ ആ ബുക്കുകൾ വായിക്കുമ്പോൾ ഒരു ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷെ മാത്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത്രയേ ഉള്ളൂ മാത്സ് എന്ന് തോന്നിപ്പോകും കേട്ടോ, ഇത്ര സിമ്പിൾ ആയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഞാൻ ആ ബുക്കുകളെല്ലാം റെഫർ ചെയ്ത് പഠിച്ചു. പിന്നെ ഞാൻ
ടീച്ചിങ് രംഗത്തേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ കുട്ടികൾക്ക് ഇതൊക്കെ എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, ഓപ്ഷനിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസും അവർക്ക് 5-10 സെക്കൻഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ സിമ്പിൾ ആക്കാൻ പറ്റും, അത് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഞാൻ അപ്ലൈ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ നമ്മുടെ ഈ ചാനൽ, നമ്മുടെ പുതിയ ചാനൽ എന്ന് വെച്ചാൽ നിങ്ങളെ എന്നെ പോലെ എന്താണ് മാത്സിൽ എന്ത് ചെയ്യുക, ഒരു നല്ല ടീച്ചറാക്കി എടുക്കുക, അതുപോലെ മാത്സ് സിമ്പിൾ ആക്കുക, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സർക്കാർ ജോലിയിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ എന്താ നിങ്ങൾ മാത്സ് ലെവലിൽ നിങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യുക, വളർത്തിയെടുക്കുക. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പൊ ഈ ചാനൽ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ കുട്ടികൾക്ക് മുതൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ലെവൽ ആയിക്കോട്ടെ പഠിച്ചു തുടങ്ങാവുന്നതാണ്. അതുപോലെ വലുതായി വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ നീറ്റ് JEE അതുപോലെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ജയിക്കാവുന്ന രീതിയിലുള്ള അഡ്വാൻസ് ലെവലിലെ ക്വസ്റ്റ്യൻസും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ പറയാം, നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ ഡെയിലി വീഡിയോസിൽ കാണുക. ഡെയിലി 2 വീഡിയോസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ആ വീഡിയോസ് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വരുന്ന വീഡിയോസ് എല്ലാ ദിവസവും 12 മണിക്കൂർ ഉണ്ടാവും, അവർ 4 മണിക്കൂർ നമ്മുടെ വീഡിയോസ് വരുന്നുണ്ടാവും. അപ്പോൾ വീഡിയോസ് കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പും അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ട്. അതിൽ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. ആ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന അതിൻ്റെ പ്രാക്ടീസ് ചെയ്ത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കമ്മ്യൂണിറ്റി തരിക. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങളുടെ സ്പീഡ് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഒരു മാസം 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ സ്പീഡ് നിങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ചാനൽ കാണുന്ന മുമ്പ് നിങ്ങളുടെ സ്പീഡ് മാത്സിന്റെ, ഒരു മാസം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സ്പീഡിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് തീർച്ചയായും അത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പഠിക്കണം. മാത്സ് വളരെ സിമ്പിൾ ആണ്, ആരും പഠിക്കേണ്ട കേട്ടോ മക്കളെ. നിങ്ങൾക്ക് എല്ലാവർക്കും മാത്സ് സിമ്പിൾ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് ഞാൻ സെറ്റ് ചെയ്തിരുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ, എല്ലാവരും നല്ലപോലെ